തനിക്ക് തന്റെ പ്രാണപ്രേശയോടൊത്ത് താമസിക്കാനാണ് തയ്യൽക്കാരൻ ബംഗ്ലാവ് പണിയുന്നത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിറക് വെട്ടുകാരൻ തന്റെ മകൾക്കൊരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പാടാക്കും. സുമതി കരഞ്ഞു. തയ്യൽക്കാരൻ ആ കല്യാണം പൊളിക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഒടുവിൽ ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ്. അന്ന് തന്നെയാണ് സുമതിയും ഗൾഫുകാരനുമായുള്ള വിവാഹം. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. പക്ഷെ താലി കെട്ടുന്നില്ല. സുമതി ഓടി. തയ്യൽക്കാരൻ മരിച്ചില്ല, ആശുപത്രിയിലായി. ഡോക്ടർമാർ ഓപ്പറേഷൻ, ഓപ്പറേഷൻ, ഡോക്ടർമാർ ഓപ്പറേഷൻ. ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് അവരൊന്നിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ